ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ ആണ് കാണിക്കണേ. ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യാൻ ഞാൻ ഹിമാലയൻ്റെ ഫേസ് വാഷാണ് എടുത്തിട്ടുള്ളത്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് സ്ക്രബ് ചെയ്തു. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കിന്നിലുണ്ടാകുന്ന സൺ ടാനൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കറ്റാർ വാഴേൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആകാനും അതുപോലെ നന്നായിട്ടൊന്ന് ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ രാത്രിയിലത്തെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കറ്റാർ വാഴ എടുത്ത് നമ്മുടെ ഫേസിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺ ടാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിന്നൊന്ന് ക്ലിയർ ആയി കിട്ടും. അതുപോലെ നമ്മുടെ പിഗ്മെൻറ്റേഷനുള്ള ലിപ്പാണെങ്കിൽ ലിപ്പിൽ ഈ കറ്റാർ വാഴ എടുത്തിട്ട് കുറച്ചൊരു ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ലിപ്പിൽ സ്ക്രബ് ചെയ്യുവാണെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞു കിട്ടും. കറ്റാർ വാഴ കൊണ്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഫേസിൽ അത് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ഒരു സൺസ്ക്രീനും കൂടെ ഇട്ടു. സൺസ്ക്രീൻ ലാക്ടോകലാമിൻ്റെ സൺസ്ക്രീനാണ്. മോയ്സ്ചറൈസർ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. പിന്നെ ഒരു ലിപ് ബാമും കൂടെ ഇട്ടു. അപ്പോൾ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.